ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന് താൻ പങ്കുകൊള്ളാൻ പോകുന്ന സാഹസിക വിനോദ പരിപാടികളുടെ ആവേശത്തിൽ ആദ്യമുണ്ടായ അപരാധബോധം അലസിപ്പോയതറിഞ്ഞില്ല ശ്രീധരൻ. തടിച്ച് കുങ്കിച്ചിയമ്മയുടെ വീടിൻ്റെ പടി കയറുമ്പോൾ മണി 12 മുട്ടുന്നുണ്ടായിരുന്നു. ഉസ്താദ് വാസുവും കേളക്കുട്ടിയും ധോബിമുത്തുവും അവിടെ ഹാജരുണ്ട്. മൈനർ എത്തിയപ്പോൾ എണ്ണം 4ആയി. മദീനയിലേക്കുള്ള ശിക്കാറിന് ചുരുങ്ങിയത് 6 പേർ ഉണ്ടായിരിക്കണമെന്നാണ് ഉസ്താദ് വാസു ശഠിച്ചു പറഞ്ഞത്. അപ്പോൾ ധോബിമുത്ത് പോയി അവൻ്റെ വീട്ടിൽ വിരുന്നു വന്ന കണ്ണയ്യനെ കൂട്ടിക്കൊണ്ടുവന്നു. കുങ്കിച്ചിയമ്മ നല്ല നെയ്ച്ചോറ് ഒരുക്കി വെച്ചിരുന്നു. ആട്ടുമാംസം കൊണ്ടൊരു സ്റ്റ്യൂവും. സപ്പറം കഴിഞ്ഞ് എല്ലാവരും തയ്യാറായി. എണ്ണം 6 തികയ്ക്കാൻ ഉസ്താദ് കുങ്കിച്ചിയമ്മയുടെ വേലക്കാരൻ കുഞ്ഞിക്കണ്ണനെയും തലക്കെട്ട് കെട്ടി പുറപ്പെടുവിച്ചു. ചലോ മദീന, ഉസ്താദിൻ്റെ കൽപ്പന. പട്ടണത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ദിവസത്തിൽ 24 മണിക്കൂർ തുറന്നു വയ്ക്കുന്ന ഒരു മുസ്ലിം ഹോട്ടലാണ് മദീന. റെയിൽവേ ഗുഡ്സ് ഷെഡിൽ വേല ചെയ്യുന്ന കൈവണ്ടിക്കാരനും സേട്ടുവിൻ്റെ കുടക്കമ്പനിയിലെ രാത്രി ജോലിക്കാരും പുലർച്ചെ വണ്ടിക്ക് പോകുന്ന യാത്രക്കാരും ബീറ്റ് പോലീസുകാരും മറ്റുമാണ് അവിടെ രാത്രി ചായ കുടിക്കാൻ വരുന്ന കക്ഷികൾ. ഹോട്ടൽ മുതലാളി പെരിക്കാലൻ അവറാൻ കോയ കൗണ്ടറിന് മുകളിൽ പൊക്കമുള്ളൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ രാത്രിയിലെ ഉറക്കം പല ഗഡുക്കളായി മേശപ്പുറത്ത് തൂക്കി ചൊരിഞ്ഞു തീർക്കും. പെരിക്കാലൻ മുതലാളിയോടുകൂടെ പക തീർക്കാൻ ഉസ്താദ് വാസു കണ്ടുവച്ച പരിപാടി എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ല. അത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന പുള്ളിയല്ല വാസു. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ കടന്ന 6 പേരും ഒരു സ്പെഷ്യൽ റൂമിൽ തന്നെ സ്ഥലം പിടിച്ചു.